പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ 3 തരത്തിലുള്ള മോട്ടിവേഷൻ പറയാം. ഒന്ന് വെച്ചാൽ നിനക്ക് പറ്റും നിനക്ക് പറ്റും എന്ന് പറയുന്ന കുറേ ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ വെല്ലുവിളിക്കുന്ന കുറച്ച് ആൾക്കാർ. മൂന്നാമത്തേന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് ആവത്തില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. ഈ 3 തരത്തിലുള്ള മോട്ടിവേഷൻ പലർക്കും പല തരത്തിലാണുള്ളത്. ആദ്യത്തെ കേസിൽ നിനക്കിത് പറ്റുമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സും നമ്മളായിട്ട് അടുപ്പമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ ഈ അടുത്ത കേസ് എന്ന് വെച്ചാൽ നമ്മൾ വെല്ലുവിളിക്കുന്നവരാണ്. വെല്ലുവിളി സ്വീകരിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വെല്ലുവിളി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശോഭ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ പറ്റില്ല എന്ന് പറയില്ലോ, നിനക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു എക്സ്പ്രഷൻ വരും ഇങ്ങനെ. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിത് പറ്റുമായിരിക്കും, ഈ പറ്റില്ലായിരിക്കുമോ എന്നൊരു സംശയമൊക്കെ വരും. പിന്നെ നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കതിന് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിക്കവരെ സംബന്ധിച്ചും നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് പറ്റില്ല എന്ന് പറയുന്ന പോയിന്റിലാണ്. പറ്റില്ല എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക, ചിന്തിക്കുക, ഞാനിത് പറ്റിക്കും, നടത്തി കാണിക്കും. അതൊരു ഫയറാണ്. ആരും നമ്മളെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റും, അയക്കാൻ ആരൊക്കെ എതിരുന്നാലും എനിക്കത് ചെയ്യാൻ പറ്റും. എൻ്റെ സ്ട്രെങ്ത്ത് മറ്റുള്ളവരല്ല എടുക്കുന്നത്. എൻ്റെ സ്ട്രെങ്ത്ത് ഇറ്റ്സ് കമ്മിങ് വിത്തിൻ. എൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത്താണ്. അത് അപ്പുറത്തേക്കുന്ന ആൾക്കറിയത്തില്ല. എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നമ്മളോട് തന്നെ ഉള്ളൊരു ചലഞ്ചാണത്. നമ്മളോട് തന്നെ ചലഞ്ച് ചെയ്യുന്നു, നമ്മളെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വരുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്. ദാറ്റ്സ് വെരി വെരി പവർഫുൾ. സോ പറ്റില്ല എന്നൊരിടത്ത് പറയുന്നിടത്താണ് യു ഹാവ് ടു ആക്ട് ആസ് വെരി പവർഫുൾ.